ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി റെസിപ്പി മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു സൂപ്പായിട്ടാണ് വന്നത്. അപ്പോൾ തടി കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന, തടി കുറക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സവാള, ഗ്രീൻ പീസ്, അതുപോലെ ക്യാരറ്റ്, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് സവാള അരിയുമ്പോൾ അത് ചെറുതായിട്ട് നുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഗ്രീൻ പീസും നുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ നീളത്തിൽ കട്ടിയില്ലാതെ അരിഞ്ഞെടുക്കണം. നീളത്തിൽ കട്ടിയില്ലാതെ നുറുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ തന്നെ വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് ഓയിലാണെന്ന്. അപ്പോൾ ഇത് മണമില്ലാത്ത ഓയിലാണ്, അതായത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതുപോലത്തെ ഓയിൽ നമുക്ക് ഏതും ഉപയോഗിക്കാം. പക്ഷേ ഒരിക്കലും വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യരുത്. വെളിച്ചെണ്ണയിൽ ചെയ്താൽ നമുക്കത് കുടിക്കാനായിട്ട് കഴിയില്ല. വെളിച്ചെണ്ണേൻ്റെ ഒരു ചുവ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിൽ പോലത്തെ ഓയിൽ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് മാഗിയുടെ മഷ്റൂം ടേസ്റ്റിലുള്ള സൂപ്പാണ് കേട്ടോ. അപ്പോൾ മഷ്റൂമിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നല്ല മാഗിയാണ് കേട്ടോ. നല്ല കട്ടി ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ ഞാനിത് ഈ പച്ചക്കറി വെന്ത് വരുന്ന സമയം കൊണ്ട്, അതൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന ടൈം കൊണ്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളത് ഒരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ഡവറയിലേക്കോ ഒക്കെ എടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുന്നത് നന്നാവും. അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ അത് അതിൽ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അത് അങ്ങനെ കട്ട കെട്ടിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നല്ലോണം അതിൽ കലക്കിയെടുക്കുക. കട്ട ഉടയുന്ന രീതിക്ക് തന്നെ കലക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ളത് പച്ചവെള്ളമാണ്. ഇനി പച്ചവെള്ളത്തിന് പകരം ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം അങ്ങനെ ആകുമ്പം ചിലപ്പം പെട്ടെന്ന് ഇത് കലങ്ങി കിട്ടാനുള്ള സാധ്യതയുണ്ട് ചൂടുവെള്ളത്തിൽ. പച്ചവെള്ളം ആകുമ്പോൾ അത് കുറച്ച് കട്ട പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ പച്ചക്കറികളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചേർക്കാം. അതിൻ്റെ മുന്നേ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നല്ല കട്ടിക്കാണ് കേട്ടോ ആ സൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ദാഹത്തിനൊക്കെ കുടിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കുടിക്കാനുള്ളതല്ലേ. അപ്പോൾ കുറച്ച് കട്ടി കുറച്ചിട്ട് ഉണ്ടാക്കുന്നതാവും നന്നാകുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ 1 ലിറ്ററോ അല്ലെങ്കിൽ ഒരു 1.5 ലിറ്ററോ ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ 3/4 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് വരുന്നില്ല. കാരണം അതിൽ നല്ല ഉപ്പ് ഉണ്ടാവും. ഇനി ഉപ്പൊക്കെ വേണം എന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പച്ചക്കറി വേവുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ, നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. കാരണം അടിയിൽ ഊറിക്കിടക്കും കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് തിളക്കാനായിട്ട് കാത്തിരിക്കുക. എന്നിട്ട് ഇത് തിളച്ചിട്ട് വാങ്ങി വെക്കുന്ന സമയത്ത് ഉണങ്ങിയ കുരുമുളകില്ല, അതൊരു 4-5 കുരുമുളക് എടുത്തിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ വാങ്ങി വെക്കുക. ഇത്രേ പണിയുള്ളൂ. എന്നിട്ട് ചൂടാറിയ ശേഷം ഒരു ഇളം ചൂടോടുകൂടി കുടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കുടിക്കാം. വീണ്ടും പറയാണ്, തടിയൊക്കെ കുറക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ല ഒരു കാര്യമാണ് കേട്ടോ ഈ സൂപ്പ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, ചിലർക്ക് ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സാധനമാണ്, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ടാറ്റാ.